നമസ്കാരം, വെൽക്കം ടു ഫൺ സൈറ്റ്സ് മീ ജൂലിയ. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു പുതിയ ലെയർ 1 ടെസ്റ്റ്നെറ്റ് പ്രോജക്റ്റ് ആയിട്ടാണ്. അതാണ് ന്യൂറ ടെസ്റ്റ്നെറ്റ്. സോ ന്യൂറ എന്ന് പറയുന്നത് ഒരു സോവറിൻ ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റാണ്. അതായത് മറ്റാരുടെയും നെറ്റ്വർക്കിനെ ആശ്രയിക്കാതെ സ്വന്തമായി പ്രവർത്തിക്കുന്ന ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ് ന്യൂറ ടെസ്റ്റ്നെറ്റ്. ഇത് EVM കോമ്പാക്റ്റബിൾ ആണ്. അതേപോലെ തന്നെ ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റേബിൾ കോയിൻസ്, ഡെഫി, റിയൽ ടൈം ഡിജിറ്റൽ ഫിനാൻസ് എന്നിവയ്ക്കായി ഒരു ഫാസ്റ്റസ്റ്റ് ആൻഡ് ട്രസ്റ്റബിൾ പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊരു സാധാരണ ബ്ലോക്ക് ചെയിനുകളെ പോലെ തേർഡ് പാർട്ടി ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുന്നതല്ല. ഫേമസ് Web3 ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സായ ANKRന്റെ ആണ് ഈ ഒരു ന്യൂറ ടെസ്റ്റ്നെറ്റ് എന്ന് പറയുന്നത്. സോ അവർ ബിൽഡ് ചെയ്തതാണ് ന്യൂറ ടെസ്റ്റ്നെറ്റ്. അപ്പോൾ ഈ ഒരു ന്യൂറ ടെസ്റ്റ്നെറ്റിന്റെ പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും അവർ ഈ ANKR ആണ് റിവാർഡായിട്ട് നൽകുക. സോ അവരുടെ ഡോക്സിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അത് തന്നെയാണ്. മേ ബി ഇവർക്ക് ഇതിൻ്റെ തന്നെ ഒരു ഗവേണൻസ് ടോക്കണൊക്കെ ഫ്യൂച്ചറിൽ അവർ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് നമുക്കറിയില്ല. എനിവേ നമുക്കതൊക്കെ കണ്ടറിയേണ്ടതായിട്ട് തന്നെ ഉണ്ട്. സോ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്സിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ടെസ്റ്റഡ് സൈറ്റിലേക്ക് കയറുക. അപ്പോൾ അതാ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾ ആദ്യം സൈൻ ഇൻ ചെയ്യണം. സോ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. കണ്ടിന്യൂ വിത്ത് വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് കുറേ ടാസ്കുകൾ കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം 1 by 1 ആയിട്ട് ചെയ്യണം. സോ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഡെയിലി ചെക്കിനാണ്. സോ നിങ്ങളത് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും സെപ്പറേറ്റ് നിങ്ങൾ ആ ഒരു പോയിന്റ് ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത് തന്നെയാണ് മറ്റുള്ള ടെസ്റ്റ്നെറ്റിൽ നിന്നും ന്യൂറയെ തികച്ചും വ്യത്യസ്തമാക്കുന്നത്. അതായത് ഈ ഒരു പോയിന്റ് സിസ്റ്റം തന്നെയാണ്. അതായത് നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യം ഈ ഒരു ഡെയിലി ചെക്കിൻ തന്നെ നിങ്ങൾ ചെയ്യുക. സോ ഡെയിലി ചെക്കിൻ ചെയ്തതിന് ശേഷം മറ്റ് ടാസ്കുകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ താഴേക്ക് വരുമ്പോഴത്തേക്കും താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓരോന്നായിട്ട്. സോ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഫോസറ്റിൽ നിന്ന് ക്ലെയിം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവരുടെ ടോക്കൺ നമ്മൾ ആദ്യം ഫോസറ്റിൽ നിന്ന് ക്ലെയിം ചെയ്യണം. സോ ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു മെനു ബാർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മെനു ബാറിൽ നിങ്ങൾക്ക് ആ ഫോസറ്റിൻ്റെ ഓപ്ഷനൂടെ കാണും. സോ അതുവഴി നിങ്ങൾ ഫോസറ്റ് എടുത്ത് അതിലൂടെ കയറി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ നോക്കിയാൽ ഇതുവഴി നമുക്ക് നിങ്ങളുടെ ടോക്കൺസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ടോക്കൺസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് 50 പോയിന്റ്സ് എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം 50 പോയിന്റ്സ് നേടിയതിന് ശേഷം മാത്രം വന്ന് ഫോസറ്റിൽ നിന്ന് ടോക്കൺസ് ക്ലെയിം ചെയ്യുക. സോ നമുക്ക് ബാക്ക് ടു ലീഡർ ബോർഡിലേക്ക് തിരിച്ചു പോവാം. ഇനി ഇതാ ഇവിടെ ഏതെങ്കിലും ഒരു ടാസ്ക് 1-2 ടാസ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ 50 പോയിന്റ്സ് നേടുക. ഞാനിവിടെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള 2 ടാസ്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2 ടാസ്കുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വിസിറ്റ് ഓൾ മാപ്പ് ലൊക്കേഷൻസ് ഇൻ എ വീക്കും, അതേപോലെ അതിൻ്റെ തൊട്ട് താഴെ കളക്ട് ഓൾ പൾസസ് എന്നും പറഞ്ഞിട്ട് 2 ടാസ്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നേരെ മെനു ബാർ തന്നെ എടുക്കുക. ആ ഒരു മെനു ലിസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് തന്നെ ഇവിടെ കിടപ്പുണ്ട് മാപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. കുറേ സ്ഥലങ്ങൾ പോലെ കാണാനായിട്ട് സാധിക്കും. സോ ഇതിനകത്തെല്ലാം നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് പൾസസ് കളക്ട് ചെയ്യാനും പറ്റും. സോ പൾസസ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു റൗണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വൈറ്റ് ഷെയ്ഡർ ഒരു റൗണ്ട് പോലെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഏരിയയിലെല്ലാം ചെന്നിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു റൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു മനുഷ്യനിങ്ങനെ നടന്ന് അതിൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലെ കളക്ട് പൾസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. സോ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൾസസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾ എല്ലായിടത്തും പോയി ആ ഒരു പൾസസ് എല്ലാം തന്നെ കളക്ട് ചെയ്യുക. അതേപോലെ ഓരോ ബിൽഡിങ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇതേപോലെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനോട് അവിടെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. സോ നിങ്ങളത് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ
നിങ്ങൾക്ക് ആ ഒരു ബിൽഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. സോ ഇതേപോലെ ആ മാപ്പിലുള്ള ലൊക്കേഷൻസിലെല്ലാം നിങ്ങൾ ചെന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം. ദെൻ വിസിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റഡ് ആകുന്ന ആ ഒരു സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് എഴുതി കാണിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ നേരെ തിരിച്ച് ലീഡർ ബോർഡിലേക്ക് വരിക. ദെൻ അവിടെ ആ 2 ടാസ്കുകൾ നിങ്ങളവിടെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് 50 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് നേരെ ഫോസ്റ്റിൽ പോയി ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഫോസ്റ്റ് എടുക്കുവാണ്. ഫോസ്റ്റ് എടുത്തിട്ട് ആ ഒരു ടെസ്റ്റിൻ്റെ ടോക്കൺസ് ഞാൻ ക്ലെയിം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 3 ടോക്കൺസ് ആണ് എനിക്കിവിടെ ക്ലെയിം ആയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളും ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാ ഫോസ്റ്റിൽ നിന്ന് ടോക്കൺസ് ക്ലെയിം ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ബ്രിഡ്ജാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ANKR സെബോളിയാണ്. സോ ന്യൂറ ടെസ്റ്റ്നെറ്റിലേക്കാണ് നമ്മളിത് ബ്രിഡ്ജ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സെബോളിയ എതേറിയം ആവശ്യമായിട്ടുണ്ട്. സോ അതിനായിട്ട് നിങ്ങൾക്ക് ETH ഫോസ്റ്റിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോസ്റ്റിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു ലിങ്ക് വഴി കയറുക. ദെൻ നിങ്ങൾ സെബോളിയ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് ബ്രിഡ്ജ് എടുക്കുക. ദെൻ ആ ഒരു ടാസ്ക് നിങ്ങളവിടെ കംപ്ലീറ്റ് ചെയ്യുക. ടാസ്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഒരു പോയിൻറ്റ്സ് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ മറക്കരുത്. സോ അതുകൂടെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോ ടാസ്കും 1 by 1 ആയിട്ട് താഴോട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഈസിയാണ്, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ടഫായിട്ട് തോന്നുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ടെലിഗ്രാമിൽ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വന്ന് ചോദിക്കാവുന്നതാണ്. സോ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾ മാക്സിമം പോയിന്റ്സ് ഇവിടെ നിന്ന് അച്ചീവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ സ്റ്റാർട്ടിംഗ് ഫേസിൽ തന്നെയാണ്, അതായത് കുറച്ച് പേരെങ്ങാണ്ട് ഇതിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് ഇതിനകത്ത് നല്ല രീതിയിൽ നിങ്ങൾ പോയിന്റ്സ് ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പോയിന്റ്സ് അച്ചീവ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങൾ മിസ് ചെയ്യാതെ എല്ലാ അപ്ഡേറ്റ്സും ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു ടാസ്ക് കൂടെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അടുത്ത ചെയ്യാനുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇത് പക്ഷേ മാൻഡേറ്ററി അല്ല, അതായത് നിർബന്ധമൊന്നുമില്ല ഇത് ചെയ്യണമെന്നുള്ളത്. അവരിതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് പറഞ്ഞത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ അതുകൂടെ പറഞ്ഞു തരാം. ഡിപ്ലോയ് ചെയ്യാനുള്ള സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈറ്റ് വഴി നിങ്ങൾ കയറുക. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ കോൺട്രാക്ട് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫയലിൻ്റെ നെയിമൊക്കെ അവിടെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഓൾറെഡി ഇത് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അത് നോക്കി നിങ്ങൾ ജസ്റ്റ് കൊടുത്തിരുന്നാൽ മാത്രം മതി. അപ്പം നെയിം കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങളിവിടെ കോഡൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് സോളിഡിറ്റി കമ്പൈലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ നിങ്ങളവിടെ ആ ഒരു ഫയൽ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമ്പൈൽ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എറേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് സക്സസ്ഫുൾ ആയിരിക്കും. അതായത് ഗ്രീൻ ടിക്ക് ജസ്റ്റ് ഇങ്ങനെ വീഴും. സോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എറേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അവിടെ ഡിപ്ലോയ് ചെയ്യണം. സോ ഡിപ്ലോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെ മെറ്റാമാസ്കിൻ്റെ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രീമിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. പ്രീമിക്സ് എടുക്കുക. ദെൻ ഇവിടെ ബ്രൗസർ എക്സ്റ്റൻഷൻ കാണാം, അതുകൂടെ എടുക്കുക. ദെൻ ഇൻജെക്ട് പ്രൊവൈഡർ എന്നുള്ളതിൻ്റെ അവിടെ മെറ്റാമാസ്ക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കണം. ദെൻ ഇവിടെ മെറ്റാമാസ്കിൽ നിങ്ങൾ മാനുവലി, അതായത് മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് അവിടെ നിങ്ങൾ നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ന്യൂറ നെറ്റ്വർക്ക് തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ആയിരിക്കത്തില്ല വേറെ കിടക്കുന്നതെങ്കിൽ നിങ്ങളത് ന്യൂറ നെറ്റ്വർക്കിലേക്ക് മാറ്റണം. ഓക്കെ, ദെൻ ഇനി തിരിച്ച് ആ ഒരു സൈറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിപ്ലോയ് ചെയ്യുന്നതിന് ഓപ്ഷന് തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് കാണാം. അപ്പോൾ അവിടെ നിങ്ങൾ ഹലോ ന്യൂറ എന്ന് പറഞ്ഞൊരു കോഡ് നിങ്ങൾ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുക. സോ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിങ്ങൾക്ക് മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വരും. കൺഫർമേഷൻ വരുമ്പോൾ ANKR ടോക്കൺസിൻ്റെ തന്നെയാണോ, അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് തന്നെയാണോ കാണിക്കുന്നതെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ ഒന്നിൻ്റെ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നിങ്ങൾ ഡിപ്ലോയ് കൊടുത്ത് കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസ്കോഡ് റോള് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനായിട്ട് അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കയറി ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവരുടെ ഡിസ്കോഡിൽ നിന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ
അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അതായത് ഫുൾ ടൈം നിങ്ങൾ ലൈവ് ആയിരിക്കണം. അവരുടെ പ്രോഗ്രാംസോ കോമ്പറ്റീഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലെല്ലാം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സോ മാക്സിമം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അതേപോലെ തന്നെ അവരെ പറ്റിയിട്ടുള്ള നല്ല നല്ല കണ്ടൻറ്റ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യണം. ദെൻ ആ ഒരു പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പോസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങളവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവരുടെ തന്നെ കമ്മ്യൂണിറ്റി കണ്ടന്റ് ചാനൽസ് ഉണ്ട്. സോ ആ ഒരു ചാനലിൽ നിങ്ങൾ വന്ന് നിങ്ങളുടെ ആ ഒരു പോസ്റ്റിന് ലിങ്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടതാണ്, കൊടുക്കേണ്ടതാണ്. സോ അത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പോസ്റ്റ് നല്ലതാണെങ്കിൽ, നിങ്ങളുടെ കണ്ടന്റ് വളരെ നല്ലതാണെങ്കിൽ അവരുടെ മോഡ്സ് നിങ്ങൾക്ക് നേറ്റീവ് റോള് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം അതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യം നിങ്ങളിങ്ങനെ പോസ്റ്റ് ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക. സോ മാക്സിമം നല്ലൊരു കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റോള് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് റോള് ക്ലെയിം ചെയ്യേണ്ടത്. റോള് ക്ലെയിം ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഒപ്പം ഡെയിലി ചെക്കിനും ചെയ്ത് നിങ്ങൾ പോയിന്റ്സ് നേടാം. അതേപോലെ തന്നെ അവരുടെ ടാസ്കുകളെല്ലാം തന്നെ മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പോയിന്റ്സ് കൂട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഇതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ടെസ്റ്റ് നെറ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. എല്ലാം പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അത്രേ ഉള്ളൂ പറയാനായിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീട്ടിൽ വരെ ബൈ ഗായ്സ്.